ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് എടുക്കേണ്ട സബ്ജക്റ്റ് കോപ്പറേഷനാണ്. അതിൽ ഫെഡറിക് വിൽഹിം റൈഫ്സൺ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മളിന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ആക്കം കൂട്ടിയ ചില പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്, ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളുടെ പേര് ഫെഡറിക് FW റൈഫ്സൺ. FW റൈഫ്സൺ 1818 to 1888. FW റൈഫ്സൻ്റെ ഫുള്ളായിട്ടുള്ള പേര് ഫെഡറിക് വിൽഹിം റൈഫ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ജർമ്മനിയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ആക്കം കൂട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ആക്കം കൂട്ടിയ വ്യക്തിയായിട്ട് കണക്ക് കൂട്ടുന്നു. ഇദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് ബാങ്ക് എന്നാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് ബാങ്ക്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് ബാങ്ക്. അപ്പോൾ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് ബാങ്കിൻ്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് പറയാവുന്നത് ഈ FW റൈഫ്സൺ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജനനം, ഹി വാസ് ബോൺ ഓൺ മാർച്ച് 30, 1818. 1818 മാർച്ച് 30 ജർമ്മനിയിൽ ജനിക്കുന്നത്. ആ ജനനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ നിലവിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഇനി അദ്ദേഹം പറയുന്നത് ജനിച്ചത് ജർമ്മനിലെ ഹാം എന്ന് പറയുന്ന ഏരിയയിലാണ്. ജർമ്മനിയിൽ പ്ലേസായ ഹാമിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇദ്ദേഹത്തെ പറയുന്നത് റൈഫ്സൺ ഈസ് നോൺ ആസ് ദ അപ്പോസ്തല ഓഫ് കോപ്പറേഷൻ ഇൻ ജർമ്മനി. നമ്മൾ സാധാരണ ക്രിസ്ത്യൻ മേലധികാരികളെ വിളിക്കുന്ന പേരാണ് അപ്പോസ്തല. അപ്പോസ്തല എന്ന് നമുക്കറിയാം, അപ്പോസ്തല, ആർച്ച് ബിഷപ്പ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തല എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ് റൈഫ്സൺ എന്ന് നമുക്ക് പറയാം. റൈഫ്സൺ ഈസ് നോൺ ആസ് ദ ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. റൈഫ്സൺ ആണ് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലീഡറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. ആൻഡ് ഓൾസോ ഹി വാസ് ദ ഫാദർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. അദ്ദേഹത്തെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലോകത്തിലെ തന്നെ ഫാദറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതായത് കാർഷിക മേഖലയിൽ സഹകരണ മേഖല കൂട്ടിച്ചേർത്തുകൊണ്ട് സഹകരണ കാർഷിക വിപ്ലവം ഉണ്ടാക്കാമെന്ന് ഗംഭീരമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന റൈഫ്സൺ. സോ ഹി ഈസ് ദ ഫാദർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. റൈഫ്സൺ ഈസ് ഓൾസോ നോൺ ആസ് ദ പൈനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് മൂവ്മെൻറ്റ്. റൂറൽ ക്രെഡിറ്റ് മൂവ്മെൻറ്റിന് ആക്കം കൂട്ടിയ പൈനിയർ, അതിൻ്റെ തുടക്കക്കാരൻ, ആരംഭകൻ എന്ന പേരിൽ അറിയപ്പെടാവുന്നതും നമുക്ക് ഈ പറയാവുന്ന റൈഫ്സനെ ആണ്. ദ ക്രെഡിറ്റ് യൂണിയൻ വർ സ്റ്റാർട്ടഡ് ബൈ റൈഫ്സൺ. ആദ്യമായിട്ട് ക്രെഡിറ്റ് യൂണിയനുകൾ ആരംഭിച്ചത് റൈഫ്സൺ ആണെന്ന് പറയാം. റൈഫ്സൺ വിൽ ബ്രിങ് ഓർ ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്. ദ മോട്ടോ ഓഫ് കോപ്പറേഷൻ all for each and each for all was first used by റൈഫ്സൺ. അതാണ് നമുക്കറിയാം, കോപ്പറേഷൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈ മൂവ്മെൻറ്റിന് ആദ്യമായിട്ട് ആക്കം കൂട്ടിയത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് റൈഫ്സൺ ആണെന്ന് പറയാം. സോ നമുക്ക് അദ്ദേഹത്തെ അറിയാം. നമ്മളിപ്പോഴും കോപ്പറേഷൻ പഠിച്ച് എല്ലാ കുട്ടികൾക്കും അറിയാം, അവരാദ്യം പഠിക്കുന്ന കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നൊരു കൺസെപ്റ്റാണ് ആലോചിക്കുക എന്നുള്ളതാണ്.
പുവർ പീപ്പിൾ കമ്മിറ്റി വാസ് ഓർഗനൈസ്ഡ് ബൈ റൈഫ്സൺ. പാവപ്പെട്ടവരെ കൂട്ടിച്ചേർത്തുകൊണ്ട്, കർഷക തൊഴിലാളികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി അതുവഴി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആക്കം കൂട്ടിയതും ഇദ്ദേഹമാണ്. റൈഫ്സൺ വാസ് എ മിലിറ്ററി ഓഫീസർ. നമ്മൾ പറയേണ്ടത് എന്താ? റൈഫ്സൺ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജോലിയുടെ മേഖല എന്ന് പറയുന്നത് മിലിറ്ററി ഓഫീസർ ആയിരുന്നു. റൈഫ്സൺ ഫൗണ്ടഡ് ഫസ്റ്റ് സൊസൈറ്റി 1862 ആൻഹാൻസൻ, ജർമ്മനി. അദ്ദേഹം 1862 എവിടെ? ആൻഹാൻസൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആരംഭം എന്ന് പറയുന്നത് 1862 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം മിലിറ്ററി ഉദ്യോഗം കഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏരിയയുടെ മേയറായി, അതിനൊക്കെ ശേഷമാണ് അതിലേക്ക് വരുന്നത്. റൈഫ്സൺ സ്റ്റാർട്ടഡ് ഹഡേഴ്സ് ഡോഫ് ക്രെഡിറ്റ് യൂണിയൻ. അദ്ദേഹം ക്രെഡിറ്റ് യൂണിയനിൽ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് യൂണിയനെ നമ്മൾ വിളിച്ചിരുന്ന പേര് ഹഡേഴ്സ് ഡോഫ് ക്രെഡിറ്റ് യൂണിയൻ. ഹഡേഴ്സ് ഡോഫ് ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറയുന്ന ക്രെഡിറ്റ് യൂണിയൻ ആദ്യമായിട്ട് ആരംഭിച്ചത് ഈ പറയുന്ന റൈഫ്സൺ ആണ്. റൈഫ്സൺ ഓർഗനൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലാബിലിറ്റി. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു. അൺലിമിറ്റഡ് ലാബിലിറ്റി റൈഫ്സന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് റൈഫ്സൺ വാസ് റൂറൽ ഏരിയ. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഗ്രാമീണ മേഖലയ്ക്കാണ്, റൂറൽ ഏരിയാസ്. അദ്ദേഹത്തിൻ്റെ ഫുള്ള് പ്രവർത്തനങ്ങളും സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളൊക്കെ ആക്കം കൂട്ടിയതും അദ്ദേഹം കൊടുത്തതും റൂറൽ ഏരിയയ്ക്കായിരുന്നു. റൈഫ്സൺ യൂണിയൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1877. അദ്ദേഹത്തിൻ്റെ യൂണിയൻ ആരംഭിച്ചത് 1877. റൈഫ്സൺ സൊസൈറ്റികളുടെ യൂണിയനുകൾ വരുന്നത്. ദ നെയിം ഓഫ് ഫസ്റ്റ് സൊസൈറ്റി സ്റ്റാർട്ടഡ് ബൈ റൈഫ്സൺ ഇൻ 1862 വില്ലേജ് സൊസൈറ്റി. അദ്ദേഹം ആരംഭിച്ചത് 1862 ആ സൊസൈറ്റിക്ക് അദ്ദേഹം കൊടുത്ത പേര് വില്ലേജ് സൊസൈറ്റി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ഗ്രാമീണ മേഖലയിൽ, കാർഷിക മേഖലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സൊസൈറ്റിക്ക് കൊടുത്ത പേര് വില്ലേജ് സൊസൈറ്റി എന്ന് ആയിരുന്നു. പേഴ്സണൽ നോളജ് ആൻഡ് മ്യൂച്വൽ സൂപ്പർവിഷൻ എമംഗ് മെമ്പേഴ്സ് വാസ് പ്രിൻസിപ്പൽ യൂസർ ഇൻ റൈഫ്സൺ സൊസൈറ്റി. റൈഫ്സൺ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഒന്ന് പേഴ്സണൽ നോളേജ്, രണ്ട് മ്യൂച്വൽ സൂപ്പർവിഷൻ. എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ടാക്കി കൊടുക്കുക, പേഴ്സണൽ നോളജ്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർവൈസ് ചെയ്യുക. നമ്മളൊരു ഉദ്യോഗസ്ഥനെ വെച്ചോ മേലധികാരിയെ വെച്ചോ മറ്റുള്ളവരെ വെച്ചോ സൂപ്പർവൈസ് ചെയ്യുന്നതിന് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇൻ 1846 റൈഫ്സൺ ഫൗണ്ടഡ് എ സൊസൈറ്റി ഫോർ ഗ്രെയിൻ ആൻഡ് ബ്രെഡ് സപ്ലൈ വിച്ച് ഇൻവോൾവ്ഡ് ബിൽഡിംഗ് കൊമേഴ്സ്യൽ കോപ്പറേറ്റീവ് ബേക്കറി. അദ്ദേഹം 1846 ഗ്രെയിൻ ആൻഡ് ബേക്കറീസിന് വേണ്ടി ഒരു സൊസൈറ്റി ആരംഭിച്ചു. ആ സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ബേക്കറി സെഷനുകളിലെ നമ്പർ 1. കോപ്പറേറ്റീവ് ബേക്കറി സെഷനിൽ. അപ്പോൾ അദ്ദേഹം ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ബ്രെഡ് സപ്ലൈക്ക് വേണ്ടി 1846 ഒരു സൊസൈറ്റി ആരംഭിച്ചു. അതൊരു കൊമേഴ്സ്യൽ കോപ്പറേറ്റീവ് ബേക്കറി ആയിട്ട് മാറി എന്നുള്ളതാണ്. അതായത് കോപ്പറേറ്റീവ് മേഖലയിൽ ഒരു ബേക്കറി കൊണ്ടുവന്നു, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇൻ 1849 റൈഫ്സൺ ഫോംഡ് എ കാറ്റിൽ പർച്ചേസ് അസോസിയേഷൻ ജർമ്മനി. 1849 അദ്ദേഹം കാറ്റിൽ പർച്ചേസിന് വേണ്ടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അസോസിയേഷൻ മീൻസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലൂടെ ആയിരിക്കാം അദ്ദേഹം ഈ പറയുന്ന മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാറ്റിലിന് വാങ്ങാം. കാരണം ബേക്കറി ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റങ്ങൾക്ക് ചീസ് ആവശ്യമാണ്, അതേപോലെ ഗീ ആവശ്യമാണ്, അതിനനുബന്ധമായ മിൽക്ക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം 1846 എന്ത് ആരംഭിച്ചു? കാറ്റിൽ അസോസിയേഷൻ ആരംഭിച്ചു. കാറ്റിൽ അസോസിയേഷൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പറയേണ്ടത് എന്താ? ദെൻ ഓൾസോ 1949 റൈഫ്സൺ ഡസ് നോട്ട് ബിലീവ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു?
റൈവ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ലാഭം വിഭജിച്ചു കൊടുക്കുന്നതിന് അനുകൂലമല്ലായിരുന്നു. ഹി വാസ് അഗൈൻസ്റ്റ് ഡിവിഡൻഡ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ലാഭം ഉണ്ടായാൽ ആ ലാഭം വിഭജിച്ചു കൊടുക്കുന്നതിന് ഒരിക്കലും അനുകൂലമായ രീതിയിലല്ല റൈവ്സൺ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ പറയേണ്ടത് പ്രൊവൈഡ് ക്രെഡിറ്റ് ടു റൂറൽ പീപ്പിൾ വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് റൈവ്സൺ സൊസൈറ്റി. അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ സൊസൈറ്റികളുടെ പ്രവർത്തനമൊക്കെ ക്രെഡിറ്റ് ഗീവൺ ടു റൂറൽ പീപ്പിൾ, ക്രെഡിറ്റ് ഗീവൺ ടു റൂറൽ പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. ഈ പറയുന്ന ക്രെഡിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദ ക്രെഡിറ്റ് വാസ് ഗിവൺ ടു റൂറൽ പീപ്പിൾ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റൈവ്സൺ ഗീവൻ ഇമ്പോർട്ടൻസ് ടു മോറൽ ആൻഡ് മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് ദി മെമ്പേഴ്സ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിലുള്ളവർക്ക് മോറലായും മെറ്റീരിയലായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അഡ്വൈസായിട്ടും പണമായിട്ടും മറ്റു തരത്തിലും തൻ്റെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവിധ പിന്തുണ നൽകണമെന്നും റൈവ്സൺ ആവശ്യപ്പെട്ടിരുന്നു. ഡോക്ടർ ഹാസ് വാസ് ദ ഫേമസ് കോപ്പറേറ്റർ ഇൻ ജർമ്മനി. പിന്നെ വന്നിരുന്ന ഒരു ഫേമസ് കോപ്പറേറ്റർ, ഇദ്ദേഹത്തോടൊപ്പം തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹാസ്. അദ്ദേഹം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ജർമ്മനിയിൽ ആക്കം കൂട്ടിയ വേറൊരു വ്യക്തിയാണ്. ജർമ്മനി ഈസ് കൺസിഡേർഡ് ടു ബി ദി ടോർച്ച് ബേയേഴ്സ് ഓഫ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതായത് റൂറൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ദിവ്യ വെളിച്ചം, ഒരു ടോർച്ചിൻ്റെ ലൈറ്റ് പോലെ ഒരു വലിയ ഏരിയ പ്രകാശപൂരിതമാക്കിയത്, ഈ ലോകത്തിന് തന്നെ വലിയ ടോർച്ചാക്കി മാറ്റിയ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയത്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയത് ഞാൻ ഈ പറഞ്ഞ ഏത് സൊസൈറ്റി വഴിയാണ്? ജർമ്മനിയിൽ നിന്നാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴിയാണ്. ജർമ്മനി ഈസ് കൺസിഡേർഡ് ആസ് ദി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദി വേൾഡ്. അതേപോലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ലോകത്തിന് തന്നെ മാതൃകയായത് ജർമ്മനിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആക്സെപ്റ്റഡ് ഫ്രം ദി ജർമ്മനി. അതായത് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വാദങ്ങൾ എടുത്തത് ജർമ്മനിയിൽ നിന്നാണ് എന്ന് പറയാം. അപ്പോൾ റൈവ്സണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് പറയേണ്ടത് റോബർട്ട് ഓവൻ. നിങ്ങൾക്കെല്ലാം അറിയാം, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോബർട്ട് ഓവൻ. 1771 മുതൽ 1858 വരെ റോബർട്ട് ഓവൻ, ഹി വാസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ്. അപ്പോൾ കോപ്പറേറ്റീവ് പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ പഠിച്ച കുട്ടികൾ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കണം, റോബർട്ട് ഓവനാണ്. എക്കണോമിക്സിൻ്റെ പിതാവ് ആരാന്ന് നിങ്ങൾക്കറിയാം. എക്കണോമിക്സിൻ്റെ പിതാവ് ആരാ? എക്കണോമിക്സിൻ്റെ പിതാവ് രണ്ട് പേരുടെ, ആഡം സ്മിത്താണ് എക്കണോമിക്സിൻ്റെ പിതാവ്, ഹെൻറി ഫയോളാണ് മാനേജ്മെൻറ്റ് പിതാവ്, ഫിലിപ്പ് കോട്ട്ലറാണ് മാർക്കറ്റിങ്ങിൻ്റെ പിതാവ്, ലൂക്ക പാസിയോലിയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ്. അതേപോലെ തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവനാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഹി വാസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. റോബർട്ട് ഓവൻ ഈസ് നോൺ ആസ് ദി ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലോകത്തിൻ്റെ പിതാവ്, അല്ലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങിയത് സഹകരണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. റോബർട്ട് ഓവൻ വാസ് നോട്ട് ദ ഫൗണ്ടർ ഓഫ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി, ബട്ട് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഐഡിയോളജി. അതാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആരംഭിച്ചിട്ടില്ല. റോബർട്ട് ഓവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആരംഭിച്ചിട്ടില്ല. പക്ഷെ ലോകത്തിന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഐഡിയോളജി പ്രദാനം ചെയ്തത് ഈ പറയുന്ന റോബർട്ട് ഓവനാണ്. അങ്ങനെ ഒരു ഐഡിയോളജി, അങ്ങനെ ഒരു വിഷൻ, അങ്ങനെ ഒരു വോയിസ് ലോകത്തിന് നൽകിയത് റോബർട്ട് ഓവനാണ് എന്ന് പറയാം. റോബർട്ട് ഓവൻ വാസ് ബോൺ ഇൻ 1771 ന്യൂട്ടൺ ഇൻ ഇംഗ്ലണ്ട്. 1771 ന്യൂട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് റോബർട്ട് ഓവൻ ജനിക്കുന്നത്. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ജനിക്കുന്നത്. ഇൻ 1821 റോബർട്ട് ഓവൻ ഫസ്റ്റ് കോയിൻ ദ ടേം കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഹിസ് മാഗസിൻ ദ എക്കണോമിക്സ്റ്റ്.
അപ്പോൾ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 1821 അദ്ദേഹത്തിൻ്റെ മാഗസിനായ ദ എക്കണോമിക്സിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവിൻ്റെ ലേഖനങ്ങൾ വരുന്നു. സഹകരണം എന്താണ്, ആ സഹകരണം എന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മാഗസിൻ, ആ മാഗസിനായ ദ എക്കണോമിക്സ്റ്റ്, ആ മാഗസിനെ പറയുന്ന പേര് എക്കണോമിക്സ്റ്റ് എന്നാണ്. ദ എക്കണോമിക്സ്റ്റ് 1821 പ്രസാധനം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ദ എക്കണോമിക്സ്റ്റ് 1821-22 വാസ് ഡിവോട്ടഡ് ടു മോണിസം ആൻഡ് കോപ്പറേഷൻ. അദ്ദേഹം 1821-22 കാലഘട്ടത്തിൽ കോപ്പറേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി ആ മാഗസിൻ എൻറ്റയർ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറയാം. അതായത് ഒരു വർഷക്കാലം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി തൻ്റെ മാഗസിൻ പൂർണ്ണമായിട്ടും അദ്ദേഹം വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി വാസ് എ ബുക്ക് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ ഇൻ 1817. അതിനുശേഷം 1817 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. ഓൺ സ്റ്റാർട്ടഡ് ഹിസ് ലൈഫ് ആസ് എ മെയിൽ വർക്കർ, ലേറ്റർ എ മിൽ ഓണർ. അദ്ദേഹം ആദ്യമായിട്ട് ഒരു മെയിൽ വർക്കറായിട്ട് ജീവിതം ആരംഭിക്കുകയും അതിനുശേഷം ഒരു മിൽ ഓണറായിട്ട് മാറുകയും ചെയ്തു. ആ മില്ല് വന്ന സ്ഥലത്തിൻ്റെ പേര് ന്യൂ ലാൻഡ്മാർക്ക് എന്നാണ്. ന്യൂ ലാൻഡ്മാർക്ക് മിൽസ് എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം ആദ്യം ഒരു മെയിൽ വർക്കറായിട്ട് ആരംഭിച്ചു. ദെൻ ഹി വാസ് ടു ബി ടേൺ, ലേറ്റർ ഹി വിൽ ബി ടേൺ എ മിൽ ഓണർ. ദ നെയിം ഈസ് mill is started New Landmark Mills. Owen believed that character of a human being is based on the circumstances which he lived. അദ്ദേഹം പറയുന്നത് എന്താ? ഓവൻ പറയുന്നത് ഓരോ വ്യക്തിയുടെയും മനുഷ്യൻ്റെയും സ്വഭാവ ഗുണങ്ങളും ജീവിത രീതികളും അയാൾ ജീവിച്ച് വരുന്ന ചുറ്റുപാടുകൾ എന്താണോ അതിനനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കൺസെപ്റ്റ്, ഹി ബിലീവ്ഡ് ദാറ്റ് the character of human being is based on the circumstances which he live. അദ്ദേഹം ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ചുറ്റുപാടും എന്താണോ ആ ചുറ്റുപാടുമായിരിക്കണം ആ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, അവൻ്റെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നതെന്ന് റോബർട്ട് ഓവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിന് അദ്ദേഹം കൊടുത്ത പേര് ഡോക്ട്രൈൻ ഓഫ് സർഗംസ്റ്റാൻസസ് എന്നാണ്. ആ കൺസെപ്റ്റിന് അദ്ദേഹം കൊടുത്ത പേര് ഡോക്ട്രൈൻ ഓഫ് സർഗംസ്റ്റാൻസസ് എന്നായിരുന്നു. Owen established villages of cooperation, establishment of cooperative colonies in USA, New Harmony 1826. അദ്ദേഹം കോപ്പറേറ്റീവ് വില്ലേജുകളും കോപ്പറേറ്റീവ് കോളനികളും സ്ഥാപിച്ചു. 1826 USA ഏത് കോപ്പറേറ്റീവ് കോളനികൾസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അദ്ദേഹം വില്ലേജ് കോപ്പറേഷൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് കോളനികൾ സ്ഥാപിച്ചു. ഓൺ സ്റ്റാർട്ടഡ് ഈക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച്. അദ്ദേഹമാണ് ആദ്യമായിട്ട് തൊഴിലാളികളെ എക്സ്ചേഞ്ച് ചെയ്യുക. തൊഴിലാളികളെ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല, തൊഴിലാളികളുടെ സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈക്വിറ്റബിൾ സംവിധാനങ്ങൾ കൊണ്ടുവന്നത്. ദ ഫാദർ ഓഫ് ദി തിയറി ദ ഡോക്ട്രൈൻ ഓഫ് സർഗംസ്റ്റാൻസസ്. ഓവനെ നമ്മൾ പറയുന്നത് എന്താ? ഡോക്ടർ ഓഫ് സർഗംസ്റ്റാൻസസ് എന്ന തിയറിയുടെ പിതാവാണ് ഓവൻ എന്ന് നമുക്ക് വിളിക്കാം. ഞാൻ പറയുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു മനുഷ്യൻ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവ ഗുണം, അവൻ്റെ ഫീച്ചർ, അവൻ്റെ ക്യാരക്ടറൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവൻ ജീവിക്കുന്ന അല്ലെങ്കിൽ അവൻ അനുവർത്തിച്ച് വരുന്ന ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിനെ പറയുന്ന പേരാണ് ഡോക്ട്രൈൻ ഓഫ് സർഗംസ്റ്റാൻസസ്. സോ ഓവൻ ഈസ് ദ ഫാദർ ഓഫ് ഡോക്ട്രൈൻ ഓഫ് സർഗംസ്റ്റാൻസസ്. ദ വില്ലേജ് കോപ്പറേറ്റീവ് വാസ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹവും ഗ്രാമീണ മേഖലയ്ക്ക് ആക്കം കൂട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ വില്ലേജുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. റോബർട്ട് ഓവൻ ഡൈഡ് ഇൻ 1858. 1857 അദ്ദേഹം മരണപ്പെടുന്നത്. നോൺ ആസ് ദ ഉറ്റോപ്പിയൻ സോഷ്യലിസ്റ്റ്. അദ്ദേഹത്തെ ഒരു വലിയ ഉറ്റോപ്പിയൻ സോഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഫൗണ്ടഡ് ദ സിസ്റ്റം ഓഫ് ലേബർ എക്സ്ചേഞ്ച് ആൻഡ് ലേബർ നോട്ട്. അദ്ദേഹമാണ് തൊഴിലാളികളുടെ അവരുടെ സർവീസുകളുടെ എക്സ്ചേഞ്ച് നോട്ടുകൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയത്. റോബർട്ട് ഓവൻ ലൈഫ് ഹാസ് ഓഫൺ ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ്.
ആൻഡ് ദ പുവർ പ്രോമിസസ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ അവരുടെ വളർച്ച, അവരുടെ സാമ്പത്തികമായ മുന്നേറ്റം, ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അബോർഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് വാസ് ദ മോട്ടോ ഓഫ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരുന്നു? പ്രൈവറ്റ് പ്രോഫിറ്റുകൾ ഒഴിവാക്കുക. നമ്മൾ ഇന്ന് പറയുന്ന ബൂർഷ എന്ന് പറയുന്ന വാക്കൊക്കെ പറയുന്നുണ്ടല്ലോ, ബൂർഷ, അതായത് അദാനി ബൂർഷയാണ്, അംബാനി ബൂർഷയാണെന്നൊക്കെ നമുക്ക് പറയാം. കാരണം എന്താ? പണം അവരുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്നു. അതിന് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, എന്നാലും പണം അവരുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്നു. അപ്പം അങ്ങനെയുള്ളവരെയാണ് ബൂർഷ എന്ന് പറയാം. ഇതിനെതിരെയായിരുന്നു റോബർട്ട് ഓവൻ. അബോർഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്, വ്യക്തികളിൽ പണം കേന്ദ്രീകരിക്കുന്നത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു റോബർട്ട് ഓവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് കോപ്പറേറ്റീവ് കോളനീസ് വാസ് ടു അബോളിഷ് ചൈൽഡ് ലേബർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? കോപ്പറേറ്റീവ് കോളനികൾ വരുമ്പോൾ ചൈൽഡ് ലേബർ അവസാനിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇപ്പോൾ നിയമമുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ ഈ കുട്ടി തൊഴിലാളികളുടെ ചൈൽഡ് ലേബർ ഒഴിവാക്കുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് കോളനികൾ സ്ഥാപിച്ച് അതുവഴി വില്ലേജിലെ പുവർ പീപ്പിളിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് വാസ് ദ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓവൻ. ഓവൻ്റെ ചില കൺസെപ്റ്റുകളാണ്. നോ കോമ്പറ്റീഷൻ, ഒരു തരത്തിലുമുള്ള മത്സരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, വൻകിട മത്സരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പരസ്പരമായ അനാവശ്യ മത്സരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നോ മണി, നോ മണി എന്ന് വെച്ചാൽ പണം വേണ്ടെന്നല്ല, പണം കുമിഞ്ഞു കൂടാൻ പാടില്ല. അദ്ദേഹം പറയുന്നത് എന്താ? പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ പണം കുമിഞ്ഞു കൂടാൻ പാടില്ല. നോ പ്രോഫിറ്റ്, അനാവശ്യമായ ലാഭങ്ങളോ വിഹിതങ്ങളോ ഉണ്ടാകാനായിട്ട് പാടില്ല. റോബർട്ട് ഓവൻ ബിലീവ്ഡ് ഇൻ അബോർഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞതാണ് റോബർട്ട് ഓവൻ്റെ ലക്ഷ്യം എന്താ? പ്രൈവറ്റ് പ്രോഫിറ്റുകൾ തകർക്കുക. റോബർട്ട് ഓവൻ കോൾഡ് ഓൾ റിലീജിയസ് ലീഡേഴ്സ് അപ്ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് ഇമ്മോറൽ വേൾഡ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്. എല്ലാ മതനേതാക്കന്മാരും പഴയ കാലഘട്ടത്തിലെ ഇമ്മോറലായ തിയറിയാണ് പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മൂവ്മെൻറ്റുകൾക്കൊന്നും ഇവർക്ക് താല്പര്യമുണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. പുതിയ മൂവ്മെൻറ്റുകൾക്കൊന്നും, അതായത് പല ഭരണാധികാരികളും അല്ലെങ്കിൽ പല രാജ്യത്തും മതപരമായ അതിസാരമുണ്ട്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം, ലൈഫ്, ബിസിനസ്, ജാതി, മതം, വർണ്ണം, വിവേചനമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് റോബർട്ട് ഓവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, മതമുള്ളവർ, ദാറ്റ് ഈസ് ദ അപ്ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് ഇമ്മോറൽ വേൾഡ്, പരമ്പരാഗതമായ അനാചാരങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് ഇവരൊക്കെയാണെന്നാണ് റോബർട്ട് ഓവൻ പറഞ്ഞത്. Man by birth is neither too good or bad. It is the circumstances that make him good or bad was made by Robert Owen. അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ ജന്മം കൊണ്ട് നല്ലവനോ ചീത്തയോ ആകുന്നില്ല, പകരം അവൻ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്താണോ ആ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് അവനെ നല്ലവനും ചീത്തയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് റോബർട്ട് ഓവൻ്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് റോക്കഡൈൽ സൊസൈറ്റി ഓഫ് ഈക്വിറ്റബിൾ പൈനിയേഴ്സ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് The Crocodile Society of Equitable Pioneers. The Crocodile Society of Equitable Pioneers. The Crocodile Equitable Pioneer is known as the founder of Fathers of Cooperative Stores Movement in the world. അപ്പോൾ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് മൂവ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത് വേൾഡ് ലെവലിൽ ദ റോക്കഡൈൽ സൊസൈറ്റി ഓഫ് ഈക്വിറ്റബിൾ പൈനിയേഴ്സ് ആണ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൻ്റെ ഫാദേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റിയാണ് അത്, ഫാദേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ദ റോക്കഡൈൽ സൊസൈറ്റി ഓഫ്
ഈക്വിറ്റബിൾ പൈനിയേഴ്സ്. ഒന്നുകൂടി പറയാം. റോക്കഡൈൽ ഈക്വിറ്റബിൾ പൈനിയേഴ്സ് ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഫൗണ്ടർ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. Crocodile Equitable Pioneers is known as the first successful cooperative society in the world. Crocodile Equitable Pioneers ആണ് ലോകത്ത് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോഴ്സ് ആരംഭിച്ച് വിജയിച്ചത്. The Crocodile Pioneers of Equitable was founded in 1884. ഇവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 1884 ബൈ എ ഗ്രൂപ്പ് ഓഫ് 28 ആർട്ടിസാൻസ്. ബൈ എ ഗ്രൂപ്പ് ഓഫ് 28 ആർട്ടിസാൻസ് 28 ആർട്ടിസാൻസിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നു. വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് 28 പൗണ്ട്. വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് 28 പൗണ്ട്. സോ കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ് വേൾഡ് ആദ്യമായിട്ട് ആരംഭിച്ചത് ദ റോക്കഡൈൽ സൊസൈറ്റി ഓഫ് ഈക്വിറ്റബിൾ പൈനിയേഴ്സ് ആണ്. അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1884 28 ആർട്ടിസാൻസ് കൂടിച്ചേർന്നുകൊണ്ട് 28 പൗണ്ട്, അവരുടെ പണത്തിൻ്റെ മൂല്യമാണ് പൗണ്ട്, ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് ആരംഭിച്ച സൊസൈറ്റിയാണ് റോക്കഡൈൽ സൊസൈറ്റി ഓഫ് ഈക്വിറ്റബിൾ പൈനിയേഴ്സ്. ജെയിംസ് ഡാലി വാസ് ദ സെക്രട്ടറി ഓഫ് റോക്കഡൈൽ പൈനിയേഴ്സ്. അപ്പോൾ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ജെയിംസ് ഡാലി. ജെയിംസ് ഡാലി ഇസ് ദ സെക്രട്ടറി ഓഫ് റോക്കഡൈൽ ഈക്വിറ്റബിൾ സൊസൈറ്റി എന്ന് പറയാം. ജെയിംസ് ഡാലിയാണ് ആ പോസ്റ്റിലിരിക്കുന്നത്. ലീഡർഷിപ്പ് ഓഫ് റോക്കഡൈൽ ഈക്വിറ്റബിൾ പൈനിയേഴ്സ് വാസ് ചാരീസ് ഹോറോ. ചാൾസ് ഹോർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ പ്രസിഡന്റ്. ഇദ്ദേഹമാണ് ആദ്യത്തെ പ്രസിഡന്റ്. ചാൾസ് ഹോർ, അദ്ദേഹമാണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ടു ബി സേഫ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ്. ടു ബി ഹോണസ്റ്റ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് വാസ് എ സ്ലോഗൻ ഓഫ് റോക്കഡൈൽ പൈനിയേഴ്സ്. റോക്കഡൈൽ പൈനിയേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? സത്യസന്ധമായി ലാഭത്തിന് സാധനങ്ങൾ വിൽക്കുക. ടു ബി സേഫ്, എന്താ സേഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ സംരക്ഷിക്കാൻ. വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് ടു ബി ഹോണസ്റ്റ്. വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് ടു ബി ഹോണസ്റ്റ്. അതാണ് അത് അവരുടെ ആപ്തവാക്യമായിട്ട് കണക്ക് കൂട്ടിയത്. ദെൻ വേവേഴ്സ് ഓഫ് ഡ്രീം ഇസ് എ ബുക്ക് റിട്ടൺ ബൈ ഡേവിഡ് ജെ തോംസൺ അബൌട്ട് റോക്കഡൈൽ പൈനിയേഴ്സ് സൊസൈറ്റി. ഈ റോക്കഡൈൽ പൈനിയേഴ്സ് സൊസൈറ്റിയെ കുറിച്ച് ഡേവിഡ് ജെ തോംസൺ എഴുതിയ ബുക്കിൻ്റെ പേര് വേവേഴ്സ് ഓഫ് ഡ്രീംസ് എന്നാണ്. വേവേഴ്സ് ഓഫ് ഡ്രീംസ്. അപ്പോൾ റോക്കഡൈൽ സൊസൈറ്റിയെ കുറിച്ച് ഡേവിഡ് ജെ തോംസൺ എഴുതിയ പുസ്തകത്തിൻ്റെ പേര്, അതിൻ്റെ സസ്യനെ കുറിച്ചൊക്കെ എഴുതിയ പേരാണ് വേവേഴ്സ് ഓഫ് ഡ്രീം. ദ ഹിസ്റ്ററി ഓഫ് റോക്കഡൈൽ പൈനിയേഴ്സ് വാസ് എ ബുക്ക് റിട്ടൺ ബൈ ജോർജ് ജേക്കബ് ഹോളിയോക്കി. ജോർജ് ജേക്കബ് ഹോളിയോക്ക്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഹിസ്റ്ററി ഓഫ് റോക്കഡൈൽ പൈനിയേഴ്സ്. ദ ഹിസ്റ്ററി ഓഫ് റോക്കഡൈൽ പൈനിയേഴ്സ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഹിസ്റ്ററി ഓഫ് റോക്കഡൈൽ പൈനിയേഴ്സ് എന്നുള്ളത്. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ ദ റോക്കഡൈൽ വാസ് ബുക്ക് റിട്ടൺ ബൈ ഹെൻറി ബോൺ. ഹെൻറി ബ്രൗൺ എഴുതിയ പുസ്തകത്തിൻ്റെ പേര്, ഹെൻറി ബ്രൗൺ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സെക്രട്ടറി ജെയിംസ് ഡാലിയാണ്. ചാൾസ് ഹോവ് ആണ് ഇതിൻ്റെ പ്രസിഡന്റ്. ഡേവിഡ് ജെ തോംസൺ വേവേഴ്സ് ഓഫ് ഡ്രീംസ് എന്ന പേരിൽ റോക്കഡൈൽ പൈനിയേഴ്സ് സൊസൈറ്റിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ജോർജ് ജേക്കബ് ഹോളിയോക്ക് ദ ഹിസ്റ്ററി ഓഫ്
റോക്കഡിയൽ പൈനിയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഹെൻറി ബ്രൗൺ എഴുതിയതാണ് സെഞ്ച്വറി ഓഫ് കോപ്പറേഷൻ എന്നുള്ള സൊസൈറ്റി. ദ റോക്കഡിയൽ പൈനിയർ സൊസൈറ്റി വാസ് ബൈ നോ മീൻസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ദ ഫസ്റ്റ് ഡോക്യുമെന്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് വാസ് ഫൗണ്ടഡ് ഇൻ 1769. 1769 അവർ സ്റ്റോർ ആരംഭിച്ചു. പിന്നെ ബെയർലി ഫർണിഷ്ഡ് കോട്ടേജ് ഇൻ ഫെൻവിക്, ആരംഭിച്ച് ഫെൻവിക്കിലാണ്. അപ്പോൾ 1769 ഫെൻവിക്കിലാണ് അത് ആരംഭിക്കുന്നത്. അത് കോട്ടേജ് മോഡലാണ്. ഈസ്റ്റ് ഓസ്ട്രിയ when local weavers handled a sake of Ottoman Johnny Walkers, അങ്ങനെ കുറേ ഐറ്റംസ് ആണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. The founders carefully studied past attempt and constructed a set of rules. അവർ പഴയ കാലഘട്ടത്തെക്കുറിച്ച്, ഇത് ആരംഭിച്ച ഈ സൊസൈറ്റി ആരംഭിച്ചവർ പഴയ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയും അതിലുള്ള പോരായ്മകളും തെറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയ നിയമങ്ങളെ പറയുന്ന പേര് റോക്കഡൈൽ പ്രിൻസിപ്പിൾസ് എന്നാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ പോരായ്മകൾ, എതിർപ്പുകൾ, തർക്കങ്ങൾ, ലോസുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അവരൊരു പുതിയ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആക്കം കൂട്ടാൻ ശ്രമിച്ചു. അങ്ങനെ അവർ തുടങ്ങിയ ആ സംവിധാനത്തെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് എന്ത്, ഈ പറയാവുന്ന റോക്കഡൈൽ പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ദിസ് പ്രിൻസിപ്പിൾ വേർ എ ടേണിംഗ് പോയിന്റ് in economic democracy and formed the basis of growing cooperative movement worldwide. ഇതെന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ആരംഭം എന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ അറിയപ്പെടുന്ന, അംഗീകരിക്കാവുന്ന രീതിയിലേക്ക് ഈ മൂവ്മെൻറ്റ് മാറി എന്നുള്ളതാണ്. ഇനീഷ്യലി ദർ വാസ് ഓൺലി 4 items ഫോർ സെയിൽ: ഫ്ലോർ, ഒറ്റാമൽ, ഷുഗർ ആൻഡ് ബട്ടർ. 4 ഐറ്റം കൊണ്ടാണ് അവർ സൊസൈറ്റി ആരംഭിച്ചത് ഇനീഷ്യലി. But later there will be change. The Rochdale Pioneer Society is also known as Todd Lion to Store. ഇവരെ വിളിക്കുന്ന വേറൊരു പേര് ടോഡ് ലയൺ ടു സ്റ്റോർ എന്ന പേരിലും ഇവർ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതാണ് റോക്കഡൈൽ പൈനിയർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹെർമൻ ഷൂൾസ് ഡെലിഷ്. ഹെർമൻ ഷൂൾ ഡെലിഷ് എന്ന് പറയുന്ന സൊസൈറ്റിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഹെർമൻ. ഡെലിഷ് 883. ഹെർമാൻ ഷൂൾസ് ഡെലിഷ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ഇദ്ദേഹം ഒരു ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആക്കം കൂട്ടിയ വ്യക്തിയാണെന്ന് പറയാം. ഇദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദ പൈനിയർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ വേൾഡ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ വേൾഡ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം വേൾഡ് ലെവലിൽ ആരംഭിച്ച വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന് അക്കം കൂട്ടിയ സൊസൈറ്റിയെ പറയുന്ന പേരാണ് ഹെർമൻ ഷൂൾസ് ഡെലിഷ് എന്നുള്ളത്. ദ ഫൗണ്ടർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇദ്ദേഹത്തെയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഫൗണ്ടറായിട്ട് കണക്കൂട്ടുന്നത്. പരീക്ഷയിൽ നമുക്ക് ചോദിക്കാം. ദ സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ ജർമ്മനി. ഇദ്ദേഹത്തെ കണക്കൂട്ടുന്നത് സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ജർമ്മനിയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ നേതാവായിട്ട് കണക്കൂട്ടാം. ബോൺ ഇൻ 1808 ഇൻ ജർമ്മനി. 1808 അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ചു എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് വാസ് ബുക്ക് റിട്ടേൺ ബൈ ഷൂൾസ്. ഷൂൾസ് എന്ന് പറയുന്ന വ്യക്തി റൈറ്റ് ചെയ്ത പുസ്തകത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്നുള്ളത്. ദ ഫൗണ്ടർ ഓഫ് ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ജർമ്മനി. അപ്പോൾ ഇവരാണ് ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത്. ഷൂ മേക്കേഴ്സ്
കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആദ്യമായിട്ട് ജർമ്മനിയിൽ ആരംഭിച്ചത് ഷൂൾസ് ആണ്. ഫ്രണ്ട്ലി സൊസൈറ്റി ഇൻ ജർമ്മനി വാസ് ദ ഫസ്റ്റ് ഫ്രം കോപ്പറേറ്റീവ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷൂൾസ്. ഇദ്ദേഹം തുടങ്ങിയ സൊസൈറ്റിയുടെ പേരുകളിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ച ഒരു പേര് ഫ്രണ്ട്ലി എന്നാണ്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും. അപ്പോൾ ഫ്രണ്ട്ലി സൊസൈറ്റി ഇൻ ജർമ്മനി വാസ് ദ ഫസ്റ്റ് ഫ്രം കോപ്പറേറ്റീവ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷൂൾസ്. അപ്പോൾ ഒരു ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായിട്ട് ആരംഭിച്ചത് ഷൂൾസ് ആണെന്ന് നമുക്ക് പറയാം. ലാബിലിറ്റി വാസ് ലിമിറ്റഡ് ഇൻ ഷൂൾസ് സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നു. ഷൂൾസ് സൊസൈറ്റികളുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നു. ഇൻ ഷുളീസ് ബാങ്ക് ദ മാനേജ്മെൻറ്റ് വാസ് പെയ്ഡ്. എന്താ മാനേജ്മെൻറ്റ് വാസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെൻറ്റ് വാസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഫീസേഴ്സ്, അതിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സാലറി കിട്ടണം, ബെനഫിറ്റ് കിട്ടണം, റെമ്യൂണറേഷൻ കിട്ടണം. അങ്ങനെയാണ് ഈ സൊസൈറ്റികൾ ആരംഭിച്ചത്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് വാസ് ഹൈ ഇൻ ഷൂൾസ് ടൈപ്പ് ഓഫ് ബാങ്ക്. ഈ സൊസൈറ്റികളുടെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഡിവിഡൻറ്റുകൾ കൊടുത്തിരുന്നു. ഷൂൾസ് ടൈപ്പ് ഓഫ് ബാങ്ക് ഷെയർസ് ആർ ഓഫ് ഹൈ വാല്യൂ. ഇതിൻ്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു പറയാം. ഡോക്ടർ ബെൻ ഹാഡി വാസ് എ കമ്പാനിയൻ ഓഫ് ഷൂൾസ്. ഷൂൾസുമായിട്ട് സഹകരിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ആക്കം കൂട്ടിയ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ ബെൻ ഹാഡി. പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദി അർബൻ പീപ്പിൾ വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഷൂൾ സൊസൈറ്റി. ഷൂൾ സൊസൈറ്റികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ പീപ്പിളിന് ഏറ്റവും നല്ല രീതിയിൽ ലോണുകളും മറ്റു സഹായങ്ങളും നൽകുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഷൂൾസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഹാവ് ഡെവലപ്ഡ് വിത്ത് എ മെമ്പർഷിപ്പ് കമ്പോസിംഗ് ഓഫ് റീറ്റെയിലേഴ്സ്, റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്, ഡോക്ടേഴ്സ്, ഡ്രഗിസ്റ്റ് ആൻഡ് അതേഴ്സ്. ഇവർക്കൊക്കെ മെമ്പർഷിപ്പ് തുടങ്ങിയിരുന്നു. ഈ മേഖലകളിലൊക്കെ ഇങ്ങനെയുള്ള സൊസൈറ്റികൾ ആരംഭിച്ചിരുന്നു. സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസാൻസ്, മെർച്ചൻറ്റ്, പുവർ വർക്കേഴ്സ്, മിഡിൽ ക്ലാസ് പീപ്പിൾ വേർ ദി മെമ്പേഴ്സ് ഓഫ് ഷൂൾസ് ബാങ്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ സ്മോൾ ട്രേഡേഴ്സിന് ചേർത്തിരുന്നു, ആർട്ടിസാൻസിന് ചേർത്തിരുന്നു, മെർച്ചൻസിന് ചേർത്തിരുന്നു, പുവർ വർക്കേഴ്സിന് ചേർത്തിരുന്നു, മിഡിൽ ക്ലാസ് പീപ്പിളിന് ചേർത്തിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഇതിൽ മെമ്പേഴ്സായിരുന്നു. ഷൂൾസ് ബാങ്ക് വേർ ഓൾസോ നോൺ ആസ് ടൗൺ ബാങ്ക് ഓർ ഷെയർ. ഇദ്ദേഹത്തിൻ്റെ ബാങ്കുകളൊക്കെ നമ്മൾ വെച്ചിരുന്നത് ടൗണാണ്. നമ്മളവിടെ ഇപ്പോഴും പല ടൗണിലുള്ള ബാങ്കിനും തൃശ്ശൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്, ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ അർബൻ ബാങ്കുകൾക്കൊരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഷൂൾസ് ബാങ്ക് പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ടാഞ്ചിബിൾ അസറ്റ് വിത്ത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ലംസം ബേസിസ് ഫോർ ദി റീപേയ്മെൻറ്റ്. ഈ സൊസൈറ്റികളുടെ പ്രത്യേകത എന്താ? ഇവർ ടാഞ്ചിബിൾ ഐറ്റം, ടാഞ്ചിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ വിലയുള്ള സാധനങ്ങൾ പണയം വെച്ചുകൊണ്ട് ലോണുകൾ നൽകിയിരുന്നു. അതിൻ്റെ പലിശ എന്ന് പറയുന്നത് ഹയർ ആയിരുന്നു. അത് ലംസമായിട്ട് തിരിച്ചടയ്ക്കണം, വലിയ എമൗണ്ട് വേണം. ഷൂൾസ് ബാങ്ക് ഡസിൻറ്റ് മെയിൻറ്റെയിൻ റിസോഴ്സ് ഫണ്ട്. ഷൂൾസ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇവർ റിസർവ് ഫണ്ടുകൾ ഒരു കാരണവശാലും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. ഇപ്പം നമ്മുടെ അവിടെ പല സൊസൈറ്റികൾക്കും റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നിയമമാണ്, വ്യവസ്ഥയാണെന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ തരമുള്ള സംവിധാനങ്ങൾക്കും പെയ്ഡ് ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ പോലെ ഓണററി സെക്രട്ടറി അല്ലെങ്കിൽ ഫ്രീ സർവീസ് അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ ഫണ്ടും അനുബന്ധമായ കാര്യങ്ങളും കിട്ടിയിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി വില്യം കിങ്, അടുത്ത ആളുടെ നമ്മൾ പറയുന്നത് വില്യം കിങ്. 1786 1865 വില്യം കിങ് ഒരു ബ്രിട്ടീഷ് ഫിസിഷ്യനും ഫിലാന്ത്രഫിസ്റ്റും ആയിരുന്നു. അദ്ദേഹമാണ് ദ കോപ്പറേറ്റർ വാസ് ദ പബ്ലിക്കേഷൻ ഓഫ് വില്യം കിങ്. ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദ കോപ്പറേറ്റർ. ദ കോപ്പറേറ്റർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് വില്യം കിങ് ആണ്. ദ ഫസ്റ്റ് പബ്ലിക്കേഷൻ അബൌട്ട് കോപ്പറേഷൻ ഇൻ ദ വേൾഡ് ഇൻ ദ ഇയർ 1828. ലോകത്തിലെ ആദ്യത്തെ പബ്ലിക്കേഷനാണ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വേണ്ടി ആദ്യത്തെ പബ്ലിക്കേഷനാണ് 1828 ആൻഡ് പബ്ലിഷ്ഡ്
1830. The first publication about cooperation in the world in the year 1828 and published till 1830. 30 വരെ. William King started a cooperative store in Brighton. Brighton the cooperative ബിലോമെന്റ് ഫണ്ട് സൊസൈറ്റി. അദ്ദേഹം ആദ്യമായിട്ട് ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു. കോപ്പറേറ്റീവ് ബിനോൾമെൻറ്റ് ഫണ്ട് സൊസൈറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻ്റെ പേര്. ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ട്രേഡിംഗ് അസോസിയേഷൻ. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ട്രേഡിംഗ് അസോസിയേഷൻ. He was the founder of Cooperative Trading Association. William King is considered as the Christian socialist. വില്യം കിങ് അറിയപ്പെടുന്നത് ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആയിട്ടാണ്. വില്യം കിങ് വിൽ നോൺ ആസ് എ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. വില്യം കിങ് ഗേവ് ഇമ്പോർട്ടൻസ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇദ്ദേഹത്തിൻ്റെ വേറൊരു ലക്ഷ്യം, അദ്ദേഹം ഒരു ഡോക്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തി വില്യം കിങ് ആണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, സപ്പോർട്ട് കൊടുത്തത്, ആ മൂവ്മെൻറ്റിന് ആക്കം കൂട്ടിയതൊക്കെ വില്യം കിങ് ആണ്. സോ ഹി വിൽ ബി നോൺ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. വില്യം കിങ് ഈസ് treated as the father of cooperative education in the world. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പിതാവായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന വില്യം കിങ്ങിനെയാണ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വില്യം കിങ്. അദ്ദേഹം എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയും അത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആക്കം കൂട്ടുന്നതിന് വേണ്ടി അസോസിയേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. വില്യം കിങ് ബിലീവ്ഡ് ദാറ്റ് കോപ്പറേഷൻ ഷുഡ് പ്രാക്ടീസ് ഓൺലി ത്രൂ ക്രിസ്ത്യാനിറ്റി. അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ മതം ക്രിസ്ത്യാനിറ്റി എന്നുള്ള ബേസിൽ അതിൻ്റെ കരുണ അങ്ങനെയൊക്കെ കുറേ നല്ല വശങ്ങൾ വെച്ചുകൊണ്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആക്കം കൂട്ടാൻ ഏറ്റവും നല്ലത് ക്രിസ്ത്യാനിറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വില്യം കിങ് ഈസ് ട്രീറ്റഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ ദ വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, വില്യം കിങ്ങിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഇത്രയാണ് വില്യം കിങ്ങിൻ്റെ വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് സർ ഹൊറൈസ് കർസൻ പ്ലൻകോട്ട്. അപ്പോൾ ഹൊറൈസ് കർസൻ പ്ലൻകോട്ടാണ് 1854 മുതൽ 1932 വരെയുള്ള കാലഘട്ടം. ദിസ് ഹൊറൈസ് പ്ലൻകോട്ട് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അയർലൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അയർലൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്ന വ്യക്തിയാണ്. അയർലൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറാണ് സർ ഹൊറൈസ് കർസൻ പ്ലൻകോട്ട് എന്നുള്ളത്. ഹി വാസ് ബോൺ 1854. അദ്ദേഹം ജനിക്കുന്നത് 1854. ഹൊറൈസ് പ്ലൻകോട്ട് പ്രൊക്ലൈമഡ് ഹിസ് ഐഡിയൽസ് അണ്ടർ ദി സ്ലോഗൻ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ ഇതായിരുന്നു, ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലീവിങ്. ബെറ്റർ ജീവിതം, നല്ല ഫാമിങ്, നല്ല ബിസിനസ്, നല്ല ലക്ഷ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലീവിങ്. ഹൊറൈസ് കർസൻ പ്ലൻകോട്ടിൻ്റെ കൺസെപ്റ്റാണ്. ഇനി ഹൊറൈസ് പ്ലൻകോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി 1894. IAOS സ്ഥാപിച്ചു. IAOS എന്ന് വെച്ചാൽ അയർലൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി എന്നാണ് അർത്ഥം. അയർലൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി അദ്ദേഹം സ്ഥാപിച്ചത് 1894. അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ച്വറി, നോബ്ലസ്, ആൻഡ് ഐറിഷ് റെൻഡറിംഗ് were book written by ഹൊറൈസ് പ്ലൻകോട്ട്.
അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതി. നോബ്ലസ്, ഒബ്ലിഗൻ, അതേമാതിരി ന്യൂ സെഞ്ച്വറി, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നോക്കേണ്ടത് ലാസ്റ്റ് മൂവ്മെൻറ്റിന് ആക്കം കൂട്ടിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നോക്കേണ്ടത് ലുഗി ലുസാറ്റി. ലുഗി ലുസാറ്റിയാണ് 1841 മുതൽ 1927 വരെ. 1841 മുതൽ 1927 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ദ പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇറ്റലി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നമുക്ക് പൈനിയർ ആയിട്ട് കണക്ക് കൂട്ടാവുന്നത് ലുഗി ലുസാറ്റിയാണ്. ലുഗി ലുസാറ്റി വാസ് ബോൺ ഇൻ 1841. 1866 ലുസാറ്റി സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. 1866 അദ്ദേഹം ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിച്ചു. ലുഗി ലുസാറ്റി സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് ബാങ്ക്. ലുസാറ്റി കോൾഡ് ഹിസ് ബുക്ക് ബാൻക പോപ്പുലർ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ബൻക പോപ്പുലർ. ബൻക പോപ്പുലർ എന്ന് പറയുന്ന ഫേമസ് ആയ പുസ്തകം എഴുതിയത് ലുഗി ലുസാറ്റിയാണ്. ലുസാറ്റി വാസ് വർക്കിംഗ് എമംഗ് ദി മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ. ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാധാന്യവും കൊടുത്തിരുന്നത് മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ. ഇദ്ദേഹം എല്ലാ പ്രാധാന്യം കൊടുത്ത് മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ. മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ. ലുസാറ്റി വാസ് എ പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് മിലാൻ. അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു എന്ന് പറയാം. ലുസാറ്റി ഇൻസിസ്റ്റഡ് ഓൺ ഹോണററി മാനേജ്മെൻറ്റ് ടു റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അദ്ദേഹം പറയുന്നത് ലോണിൻ്റെ പലിശ കുറയ്ക്കാൻ, ടു റെഡ്യൂസ് ലോൺ ഇൻട്രസ്റ്റ്, ദ സർവീസ് വിൽ ബി ഹോണററി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാലോ ഓണററിയും ഓണററി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പൈസയോ മറ്റുള്ള കാര്യങ്ങളോ വളരെ കുറച്ച് കൊടുത്താൽ മതി. അദ്ദേഹം പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ, പെർഫോമൻസ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഇതാണ് പറയേണ്ടത്. ലുസാറ്റി ഇൻസിസ്റ്റഡ് ഓൺലി ലിമിറ്റഡ് ലാബിലിറ്റി. അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികളുടെ ഒക്കെ പ്രത്യേകത ലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റികളായിരുന്നു. ലിമിറ്റഡ് ലാബിലിറ്റി, അതായത് അതിന് ഷെയർ എടുക്കുന്നവർ അതുമായി ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു. ദ ഷെയർ വാല്യൂ വാസ് സ്മോൾ ആൻഡ് പേയബിൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികളുടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ. ഷെയർ വാല്യൂ സ്മോൾ. അതേമാതിരി തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവ്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ലുഗി ലുസാറ്റി 1841-1927 ആസ് എ ഫാദർ ഓഫ് ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഫാദർ എന്ന വാക്കിനേക്കാൾ ഉപരി അവർ ഉപയോഗിക്കുന്നത് ഫൗണ്ടർ. ഏകദേശം ഒരേ മാതിരി തന്നെ ഫൗണ്ടർ. 1886 അദ്ദേഹം ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കുന്നു. പിന്നീട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ബൻക പോപ്പുലർ. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മിഡിൽ ക്ലാസ് അർബൻ പീപ്പിളിന് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം തുടങ്ങിയത് തന്നെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ കുറയ്ക്കുക. പലിശ കുറയ്ക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഹോണറേറിയം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറണം. സാലറി മറ്റുള്ള വലിയ കാര്യമൊന്നുമില്ല, ഹോണറി ആയിരിക്കണം, സാധാരണ സെക്രട്ടറി ആയിരിക്കണം. പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കൊക്കെ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ ഷെയർ വാല്യൂ ചെറുതായിരിക്കും. പ്ലസ് അതിനോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിരിച്ചടവ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ സ്മോൾ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ ലംസമായിട്ടോ വലിയ എമൗണ്ടായിട്ടോ ഒന്നും അടയ്ക്കേണ്ടതില്ല, ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെൻറ്റുകളായി അടച്ചാൽ മതി എന്നുള്ളതാണ് ലുസാറ്റി. അപ്പോൾ നമ്മൾ നോക്കിയത് റൈവ്സനെ കുറിച്ച് നോക്കി, റോബർട്ട് ഓവനെ കുറിച്ച് നോക്കി, അതേപോലെ റോക്കഡെയിൽ പൈനിയേഴ്സിനെ കുറിച്ച് നോക്കി, ഷൂൾസിനെ കുറിച്ച് നോക്കി, അതേപോലെ വില്യം കിങ്, സാർ ഹൊറൈസ് കർസൺ പ്ലങ്കട്ടിനെ കുറിച്ച് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പറേഷൻ ക്ലാസ്. താങ്ക് യു. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.